ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ക ലിമൻ യശാഉ വയഖ്ദിറു ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ സ്വഹാബി മുഹമ്മദ് ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്ന ഒരു സന്ദർഭം. ഖാല കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറഫഅ റഅസഹു ഇല സമാഇ സുമ്മ വളഅ റാഹതഹു അലാ ജബ്ഹതിഹി സുമ്മ ഖാല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ തല ആകാശത്തേക്ക് ഉയർത്തുകയും തൻ്റെ കൈ നെറ്റിയിൽ വെച്ച് ഇപ്രകാരം പറയുകയും ചെയ്തു: സുബ്ഹാനല്ലാഹ്, മാദാ നുസില മിനത് തശ്ദീദ്. അല്ലാഹു എത്ര പരിശുദ്ധനാണ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഈ ഇറക്കപ്പെട്ടത്. ഫസക്കത്നാ വഫസിഅനാ ഫലമ്മ കാന മിനൽ ഗദി സഅൽതുകു യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹ് തൻ്റെ കയ്യ് നെറ്റിയിൽ വെച്ച് ഈ ഗൗരവമുള്ള ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ബേജാറായിപ്പോയി. ഞങ്ങൾ അതിനെക്കുറിച്ച് മൗനം പാലിച്ചു. ഞങ്ങൾ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ല. പിറ്റേ ദിവസം ഞങ്ങൾ ചോദിച്ചു, മാ ഹാദ തശ്ദീദുല്ലദീ നുസില. പ്രവാചകരെ, താങ്കൾക്ക് ഇറക്കപ്പെട്ട ആ ഗൗരവമുള്ള കാര്യം ഇന്നലെ പറഞ്ഞല്ലോ, എന്തായിരുന്നു ആ കാര്യമെന്ന് സഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു എന്നാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്. ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുകയാണ്, കൊല്ലപ്പെടുകയാണ്. സുമ്മ ഉഹിയ സുമ്മ ഖുതില. അദ്ദേഹം വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെട്ടു, ജീവൻ നൽകപ്പെട്ടു. സുമ്മ ഖുതില. അദ്ദേഹം വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു. സുമ്മ ഉഹിയ സുമ്മ ഖുതില. അദ്ദേഹം വീണ്ടും എഴുന്നേറ്റു, വീണ്ടും കൊല്ലപ്പെട്ടു. അങ്ങനെ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആവർത്തിക്കുകയാണ്. ഒരാള് അള്ളാഹിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു, അള്ളാഹു വീണ്ടും അദ്ദേഹത്തിന് ജീവൻ നൽകി. സുമ്മ ഖുതില. അപ്പോഴും അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദില് കൊല്ലപ്പെടുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ദൈനുൻ മാ ദഖല വ അലൈഹി ദൈനുൻ മാ ദഖലൽ ജന്ന ഹത്താ യുഖ്ല അൻഹു ദൈനുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ മേൽ കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, അയാള് സ്വർഗത്തിൽ കടക്കൂല. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി ഇറങ്ങിയ. സഹാബത്ത് ഇറങ്ങുമ്പോ റസൂലുള്ളാഹി നമ്മൾക്ക് ഉണ്ടാകുമല്ലോ, ഒരു അനിഷ്ടകരമായൊരു കാര്യം കേൾക്കുമ്പോൾ കാണേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലൊരു അപകടം നടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യല്? വേഗം നമ്മുടെ കൈ നെറ്റിയിൽ വെച്ചിട്ട് അതിനോടുള്ള ഒരു പ്രയാസം നമ്മൾ രേഖപ്പെടുത്താറുണ്ട്. ആ ഒരു കാഴ്ച കണ്ടല്ലോ, ആ ഒരു സംഭവം ഞാൻ കേട്ടല്ലോ എന്ന ആ ഒരു പ്രതീതി ഉണ്ടാവുമല്ലോ നമുക്ക്, ആ ഒരു തോന്നല്. അപ്പൊ നമ്മൾ നെറ്റിയിൽ കൈ വെക്കും. ഇതേ പ്രകാരം കൈ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ വന്ന് ഈ ഒരു കാര്യം
പ്രവാചകനെ കേൾപ്പിക്കുന്നത്. പ്രവാചകന്റെ അപ്പോഴത്തെ ആ മനോഭാവം, ആ ഒരു അവസ്ഥ കണ്ട് സ്വഹാബത്ത് പറയാണ്, ഞങ്ങള് അവിടെ പേടിച്ചു മൗനികളായി ഇരുന്നു എന്നാ. പിന്നെ അതൊക്കെ നോർമലായി റസൂലുള്ള പിറ്റേ ദിവസം വന്നപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത്, എന്താ റസൂലേ നിങ്ങൾ ഇന്നലെ കേട്ട ഗൗരവമുള്ള വിഷയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം പറഞ്ഞത്. ഒരാള് അള്ളാന്റെ മാർഗത്തിൽ 3 തവണ കൊല്ലപ്പെട്ടു. പക്ഷെ ആ കൊല്ലപ്പെട്ട ആൾക്ക് വല്ല കടവുമുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. ഇത് നസായി ഉദ്ധരിച്ച ഹദീസില് 4684 ഹദീസായി കൊണ്ടുവന്നതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളായ നമ്മള് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ, പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, മനസ്സിരുത്തി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഇസ്ലാമിലെ സാമ്പത്തിക ക്രമം. നമുക്കറിയാം, ഇന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും പണം കടം വാങ്ങി ചെലവഴിക്കുന്നവരാണ് മനുഷ്യർ. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, മനുഷ്യന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, വളരെ അത്യാവശ്യമുണ്ട്. ഇതില് 3നും നമ്മള് സന്ദർഭോചിതം പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇന്ന് ആളുകൾക്ക് പണം കടം വാങ്ങുന്നതിന് യാതൊരു നിയമവും യാതൊരു വ്യവസ്ഥയുമില്ലാത്ത ഒരു കാലമാണ്. എല്ലാവരും അതിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ പെട്ടുപോകുന്നുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങാം, എന്നിട്ട് ആ കടം തിരിച്ചു കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. ചിലപ്പോൾ ആളുകളെ പറ്റിക്കുന്നവരുണ്ട്, കൊടുക്കാതെ മുങ്ങി നടക്കുന്ന ആൾക്കാർ. ഇവിടെ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ വിഷയം ഒരു 2-3 ആഴ്ചയായി ഒന്ന് പറയണം എന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താന്ന് വെച്ചാല് ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇങ്ങനെ തുടർന്ന് പോരുന്നതായതുകൊണ്ടും ആ ഒരു വിഷയം തുടങ്ങി വെച്ചത് കൊണ്ടും ഇനി അത് അവിടെ അവസാനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ച. സംഭവം എന്താണെന്ന് അറിയങ്ങള്, ഈ ദുൽഖഅദ് മാസത്തിന്റെ തുടക്കത്തില് 2-3 ആഴ്ച, പെരുന്നാൾ 2-3 ആഴ്ചകൾക്ക് അപ്പുറം ഞാൻ എൻ്റെ മൊബൈലിൽ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യം കാണേണ്ട പ്രശ്നമുണ്ട്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. കാലങ്ങളായി ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം ഉള്ളൊരു വ്യക്തിയാണ്. കൊറോണയ്ക്ക് മുമ്പ് എല്ലാ ഞായറാഴ്ചയും അവിടെ ക്ലാസ്സിന് പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണാറുള്ള വ്യക്തിയാണ്. അതിനുശേഷം ഞങ്ങൾ വാട്സപ്പിലൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെടാറുണ്ട്. എന്തോ ചില കാരണങ്ങളാൽ കുറച്ചു കാലം ബന്ധപ്പെടാൻ പറ്റിയില്ല. എന്നാലും ഒരു മാർച്ച് മാസത്തിലൊക്കെ ഞാൻ തോന്നുന്നു ഞാൻ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് ജീവിതത്തിലെ അനുഭവമാണ്. അങ്ങനെ അയാൾക്ക് ഞാൻ വോയിസ് അയച്ചു. ഞാൻ വണ്ടി മേൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 5-8 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആ കോള് ഞാൻ അറ്റൻഡ് ചെയ്തു. വാഹനം നിർത്തി അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ആ വോയിസ് അയച്ച വ്യക്തിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തു. എന്തൊക്കെ സാഹിബേ വർത്താനം, യാതൊരു വിവരമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ, അദ്ദേഹത്തിന്റെ മകനാണ്. ആ പേര് പറയണില്ല, മനഃപൂർവ്വം പറയാതൊക്കെയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ. വാപ്പ മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ ഇനിയൊന്ന് വെച്ചു. ഇന്നാലില്ല, ഞാൻ ആ വിവരം അറിഞ്ഞിട്ടില്ല മോനെ എന്ന് പറഞ്ഞ് ഒരു 10-15 മിനിറ്റോളം ഞങ്ങൾ ഫോണില് സംസാരിച്ചു. അങ്ങനെ ഒരു വിവരം എനിക്ക് കിട്ടിയില്ല. മാത്രല്ല, സാധാരണ മരണവിവരങ്ങളൊക്കെ എല്ലാ ഗ്രൂപ്പിലും വരാറുണ്ട്. ഇനി വന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എന്തോ എന്നറിയില്ല, ഞാൻ അറിഞ്ഞില്ല. ഏതായാലും വാപ്പാക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ കുട്ടി 10-21 വയസ്സായ കുട്ടി എന്നോട് പങ്കുവച്ച ചില പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസം എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ, നിങ്ങളെ മനസ്സിലായി, നിങ്ങളെ പേര് ഇതിൽ കാണുന്നുണ്ട്, വാപ്പങ്ങളെ കുറിച്ച് ഇടയ്ക്ക് പറയാറുണ്ട് എന്നും പറഞ്ഞു. എന്താന്ന് ചോദിച്ചാല്, മരിക്കുമ്പോ വാപ്പ 40 ലക്ഷം രൂപ കടക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കടങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നോ? ഇല്ല, ഞങ്ങൾക്ക് ഒരാൾക്കും ഈ വിവരങ്ങൾ അറിയില്ലായിരുന്നു.
അപ്പൊ എങ്ങനെ വാപ്പക്ക് കടാത്? വാപ്പ ചെറിയൊരു ബിസിനസ് നടത്തുന്നത്, അതിന്റെ പേരിലാണ് കടം വന്നത് എന്നെങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളെ കുട്ടി പറയാണ്. ഉമ്മാന്റെ പേരിലാണ് വാപ്പ ലോൺ എടുത്തത്. ഒന്ന് ആലോചിക്കുക. 5 വക്തിനും പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് ഓടുന്ന ഒരു മനുഷ്യന് മരണസമയത്ത് സംഭവിച്ചു പോയ വല്ലാത്തൊരു പ്രയാസാണിത്. ആലോചിക്കണേ. ഇടക്കാലത്ത് ചെറിയൊരു അസുഖം വന്നു, ക്യാൻസർ വന്നു. അങ്ങനെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ, ഒന്നും രക്ഷിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വാപ്പ എത്തുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ സങ്കടങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ വിളിച്ച കാര്യം ഇന്നതായിരുന്നു, ആ കാര്യം നീ ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനത് നിർത്തി. കാരണം എന്താന്ന് വെച്ചാൽ അതുപോലെ മാത്രം വാപ്പാന്റെ കടം എനിക്ക് വീട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോ അളിയന്റെ കൂടെ ഷോപ്പിൽ നിൽക്കുകയാണ്. അന്ന് തുടങ്ങിയതാണ് സഹോദരങ്ങളെ ഈ ഒരു വിഷയം. എന്റെ ശ്രോതാക്കളെയെങ്കിലും കേൾപ്പിക്കണമെന്ന് മനസ്സിലുള്ള വല്ലാത്തൊരാഗ്രഹമാണത്. നോക്കൂ നിങ്ങൾ, 40 ലക്ഷം കടക്കാരനായിക്കൊണ്ടൊരു മനുഷ്യൻ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് ആ കടം വീട്ടാൻ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായാൽ പോലും രക്ഷയില്ല എന്ന് പഠിപ്പിച്ച ആ ഒരു വിഷയം പൊതുവെ നമ്മുടെ ആളുകൾ ഒരു വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കാതെ പോകുന്നു. ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്മാർക്ക് ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, വളരെ അത്യാവശ്യമുണ്ട്. ഇതിൽ ഏതാ നമ്മൾ മനസ്സിലാക്കണം. ഒരു ആളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് വാങ്ങേണ്ടി വരും, അത് നമ്മൾ ഒഴിവാക്കണമെന്നല്ല. കടം കൊടുക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്, അത് വാങ്ങുന്നവരെ അള്ളാഹു നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുണ്ട്. കാരണം എന്താ, നിങ്ങള് ഒരാള് വന്ന് കടം ചോദിച്ചാൽ ഉള്ളവരാണെങ്കിൽ കൊടുക്കണം. ഇപ്പൊ വേറെ ട്രെൻഡ് ഉണ്ട്, എനിക്ക് 5000 ആവശ്യമുള്ളൂ, ഞാൻ ചോദിക്കുന്നത് 10000. കുറെ ആളുകൾ എന്താന്ന് വെച്ചാല് 10000 ചോദിക്കുന്നവന് 1/3 കൊടുക്കുന്ന സംവിധാനം ഉണ്ട് ഇപ്പോ. അതെന്താ അറിയോ? പോയാലും 5 പോകുള്ളൂ, 15 പോകൂല. അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. കാരണം 5 ആവശ്യമുള്ളവൻ വെറുതെ 15 ചോദിക്കുമ്പോ ആ 15ഉം അങ്ങോട്ട് എടുത്തു കൊടുത്താൽ ആ 15ഉം അവന് ദൂരത്തിനാണ്. ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതെന്തിനാ നിങ്ങള് 5 കിട്ടാൻ വേണ്ടി 15 ചോദിക്കണേ? ഞാൻ കൊടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തി അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വന്നാല് ഒരാൾ വാങ്ങുന്നതിനോ ഒന്നുമല്ല. നമ്മൾ ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ കടം കൊടുക്കാൻ. കഴിഞ്ഞ 1 വർഷം മുമ്പ് എനിക്കൊരു ഫോണ്, ഞാനൊക്കെ അറിയുന്ന കുട്ടിയാണ്, ഒക്കെയാണ്, സംഗതിക്ക് ശരിയാണ്, എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അത്യാവശ്യമുണ്ട് പോലെ, നിങ്ങൾ എടുത്ത് കയ്യിലെന്തുണ്ടോ ചോദിച്ചു. ഞാൻ അന്നാണ് വീട് പണി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ വീട് പണിക്കുള്ള പൈസയാണ്, ഇത്ര ദിവസം എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഓനത് പ്രയാസമാണ്. അപ്പൊ ഞാൻ എന്താ എൻ്റെ ആവശ്യം, ഞാൻ വേറെ വല്ല മാർഗം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഞാനൊരു വണ്ടി കൊടുക്കാണ്ട്, ആ വണ്ടി ഒന്ന് കച്ചവടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു വണ്ടി എൻ്റെ അടുത്തില്ലേ? ഉണ്ട്, വണ്ടി ഉണ്ട്, അത് പിന്നെ വാപ്പ കൊണ്ടുനടക്കലാണ്. ഒരു വണ്ടി വാങ്ങാൻ ഒരു വാഹനം വീട്ടിലുണ്ടായിരിക്കെ രണ്ടാമത്തെ ഒരു വാഹനം വാങ്ങാനാണ് ഈ പൈസ കടം വാങ്ങണം. നിങ്ങൾ ഒന്ന് ആലോചിക്കുകയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പലപ്പോഴും നമുക്കൊക്കെ പറ്റിപ്പോകുന്ന ഒരു പ്രശ്നങ്ങളാണ്. ആവശ്യവും അത്യാവശ്യവും മനസ്സിലാക്കാതെ കടം വാങ്ങുന്നു. അത് ഒന്ന് കടം വാങ്ങിയാൽ പിന്നെ രണ്ടാമത്തത് വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. അങ്ങനെ വാങ്ങി അവസാനം ഈ വ്യക്തി കടക്കാരനാകുന്നു. ഈ കടക്കാരനായ മനുഷ്യനെങ്ങാനും പെട്ടെന്ന് മരിച്ചു പോകുമ്പോ പറക്കമുറ്റാത്ത കുട്ടികളും അതേ പ്രകാരം നമ്മുടെ കുടുംബിനികളും ഭാര്യമാരും വീട്ടിലെ സ്ത്രീകളും അതുമൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാല് ഈ 40 ലക്ഷം കടം വീട്ടാൻ ഈ ചെക്കന്റെ ആയുഷ്കാലം മുഴുവനും പണിയെടുത്താൽ കിട്ടൂല. ആരെ പതിപ്പാട് ഏറ്റെടുക്കുക? 1 ലക്ഷം 2 ലക്ഷം കണക്കാരോട് പറഞ്ഞാണ്ട് കൊടുക്കാൻ പറയാം, പിന്നെ കൊടുക്കണം എന്ന് പറയാം, 10-20 വാങ്ങിയാണ് കൊടുക്കാൻ പറയാ. അത് മനുഷ്യന്മാർക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല. സ്വഹാബത്തിനെ അള്ളാന്റെ റസൂല് പഠിപ്പിക്കാണ്, മനസ്സിലായിക്കോളിട്ടോ. എന്ത്, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായിട്ട് കാര്യമില്ല. ഒരാളുടെ പേരിൽ കടബാധിതനായിക്കൊണ്ട് മരണപ്പെട്ടു പോകുകയാണെങ്കിൽ ഓ സ്വർഗത്ത് കടക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ല ദൈൻ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, കടം ഒഴിച്ചുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു അവന്റെ രക്തസാക്ഷിക്ക് പുറത്തു കൊടുക്കും. ഇസ്ലാമിൽ ഒരാൾ രക്തസാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഗുണം വേറെ എന്താ ഉള്ളത്? ഓൻ ഷഹീദാണ്, ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. എന്നിട്ട് റസൂൽ പഠിപ്പിക്കുകയാണ്, ആ ശുഹദാ ആയിട്ട് കാര്യമില്ല, അവന്റെ എല്ലാ പാപങ്ങളും ആ ഷഹീദാകുന്നതോടുകൂടി അന്ന് പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ, കടമൊഴികെ. ആർക്കെങ്കിലും വല്ല പൈസയും കൊടുക്കാൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഇയാൾ മരണപ്പെട്ടു പോയതെങ്കിൽ അത് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു മയ്യത്തെത്തി, ഒരു ബോഡി എത്തി അല്ലേ? കാരണം യുഅ്താ ബിർറജുലിൽ മുതവഫ ഇലൈഹി ദൈൻ, കടമുള്ള ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുമ്പിൽ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ മയ്യത്തുമായി വന്നപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, ഇയാൾക്ക് കടമുണ്ടോന്ന്. ഈ സംഭവം ഇറങ്ങിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു വിഷയത്തെ കണ്ട ഗൗരവാണത്. ഇയാൾക്ക് വല്ല കടമുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. ആ മയ്യത്തിലെത്തിയാല് റസൂലുള്ളാഹി ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം നബി മയ്യത്ത് നമസ്കരിക്കുന്ന. നോക്കൂ നിങ്ങൾ, ഫയസ്അലു ഹൽ തറക ലിദൈനിഹി ഫദ്റൻ ഫഇൻ ഹുദ്ദിസ അന്നഹു തറക വഫാഅൻ സല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇല്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ നമസ്കരിക്കാറുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരാളുടെ മേൽ ഹാജരുണ്ടായിരിക്കെ മയ്യത്ത് നമസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ ഗൗരവം ഉണ്ടാകുന്ന ആലോചിക്കണേ. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെറുത്തതും നിരുത്സാഹപ്പെടുത്തിയതുമായ ഒരു വിഷയമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ പറയാണ്, ഇല്ല റസൂലേ, അയാൾക്ക് കടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വഇല്ല ഖാലിൽ മുസ്ലിമീന സ്വല്ലു അലാ സ്വാഹിബിക്കും, അതല്ല. അയാളുടെ മേൽ കടണ്ടെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളുടെ മയ്യത്ത് നിസ്കരിക്കൂല എന്നാണ്. പക്ഷെ സഹാബത്ത് നിസ്കരിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തടഞ്ഞിട്ടുമില്ല. റസൂൽ നമസ്കരിക്കൂല, ഞാനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണമെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോളീൻ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാറി നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ നോക്കൂ നിങ്ങൾ, കുറെ കാലങ്ങൾ കഴിഞ്ഞു. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ ഇസ്ലാമിന് അള്ളാഹു വിജയം പ്രദാനം ചെയ്ത ഒരു ഘട്ടം വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത ഒരു പ്രഖ്യാപനം അതെന്താ അറിയോ? ഓരോ സത്യവിശ്വാസികളും എന്റെ ഉറ്റ ബന്ധുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളെ കണ്ടൊരു കോലം, എല്ലാവരും എന്റെ ഉറ്റ ബന്ധുക്കളാകുന്നു. فلما فتح الله عليه الفتوح كان أولى بالمؤمنين من أنفسهم فمن توفي من المؤمنين فترك دينا فعلي قضاؤه. റസൂലുള്ളാഹി പറയാണ്, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ കടം വാങ്ങി ആ മരണപ്പെട്ടാൽ അത് വീട്ടൽ എന്റെ ബാധ്യതയാണ്. അതുവരെ റസൂലുള്ളാഹി ഏറ്റെടുത്തിട്ടില്ല. ഇസ്ലാമിന് വിജയമുണ്ടായി, സാമ്പത്തികമായി കുറച്ചൊക്കെ ഭദ്രത വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ഒരു വീടുണ്ടാക്കാനോ അതല്ലെങ്കിൽ സകാത്ത് കൊടുക്കാനോ ധർമ്മം കൊടുക്കാനോ പട്ടിണി പാവങ്ങളെ സഹായിക്കാനോ അല്ല, മരണപ്പെട്ടവരുടെ കടം വീട്ടാണ് തയ്യാറായത്. എന്റെ ബാധ്യതയാണത്. കാരണം എന്താ അറിയോ? ഓരോരുത്തർ സ്വർഗപ്രവേശം തടയാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, അത് ഞാൻ വീട്ടും. എന്നാലോ അവന് കിട്ടാനുള്ള വല്ലവനും സമ്പത്ത് വിട്ടേച്ചുപാട് പോകണമെങ്കിലോ അത് അവന്റെ അനന്തരാവകാശികൾക്കുള്ളതാണ്. ഇത് റസൂലുള്ളാഹിന്റെ കാലത്താ. ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഒരു കുട്ടിയും മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ കടം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരൂല എന്ന് മാത്രല്ല, സമാധാനത്തിന് വേണ്ടി മക്കൾ ഏറ്റെടുക്കും. അത് മറ്റേ 2 മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ എല്ലാവരും അത് ആ മക്കളെ കണ്ട് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യണിട്ടോ എന്നൊരു ആലങ്കാരികമായ ഒരു വർത്താനം പള്ളിക്കല മയ്യത്തെ മുമ്പിൽ വെച്ച് പറയുന്നല്ലാതെ, സഹോദരങ്ങളെ, ഇനിയിപ്പോ അത് കൊടുത്ത് വീട്ടിൽ നിന്ന് തന്നെ വെക്കുക. അത് കൊടുത്ത് വീട്ടാനുള്ള പൈസ അയാളുടെ പത്തായത്തിൽ വെച്ച് കണ്ട് അയാൾ മരിക്കൂലല്ലോ.
അപ്പൊ കടം വീട്ടാനുള്ള പൈസ അവിടെ ഇല്ല. പിന്നെ ഈ പൈസ ഏത് കാലത്താണോ കടം വീട്ടുന്നത് അതുവരുടെ അയാളുടെ മയ്യത്ത് ബൈനഹുമായി കിടക്കുക. അതുകൊണ്ട് ഈ ഗൗരവം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. വളർന്നു വരുന്ന എൻ്റെ മക്കളോട് സൂചിപ്പിക്കാനുള്ളത് അതാണ്. ആരാന്റെ പണം കണ്ട് നമ്മൾ ആരും ബിസിനസ് തുടങ്ങണ്ട. അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെറുതാണെങ്കിലും ഒരു കടലക്കച്ചവടാണെങ്കിലും അത് തുടങ്ങുക, അതിലൂടെ മേപ്പെട്ട് പോകാൻ നിൽക്കുക. ഇപ്പൊ ഒരു പുതിയ ട്രെൻഡാണ്. എന്റെ കയ്യിൽ ഒരു 4-5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ആൾക്കാരെന്താ ചെയ്യണല്ലോ, 5 ലക്ഷല്ലേ, അത് നമുക്ക് എത്തിക്കേണ്ട ഇറക്കിയാലേ നമുക്ക് നല്ല വരുമാനം കിട്ടിട്ടോ പറയും. കോടികൾ പറ്റിച്ചു പോയ ഒരുത്തുണ്ട് കൊണ്ടോട്ടിയില്. ഓന് മുജാഹിദാണ്. മുജാഹിദല്ല, മുജാഹിദ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, ഇങ്ങനെ കുറെ ആളുകളുണ്ട് ആരാന്റെ പൈസ കണ്ടിട്ട് ഇന്നും ആ കോടികൾ കടക്കാരനാണ്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാ, ഒരു 10-35 വയസ്സ് മാക്സിമം അത്ര ഉണ്ടാവുള്ളൂ. കോടികളുടെ കണക്കാരനാണ്. ചോദിച്ചിട്ട് കൊടുക്കണില്ല, കാണും മാറി കിടക്കുക. കുറച്ചു കാലം താടിക്ക പഠിച്ച് അങ്ങനെ നടന്നു. പിന്നെ അത് ഉടുപ്പില്ലാതായി. അങ്ങനെ ഇപ്പൊ നാട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ട് കോടതിയിൽ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഒരാൾ അയച്ചു തന്നു. ഇത് നമ്മൾ എന്റെ ആളാട്ടോ. അപ്പൊ എന്താ, ആ പണം കിട്ടാളെ വിത്തും കേസ് കൊടുത്തണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം നമ്മുടെ മക്കളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കുകയും മക്കളെ ഈ ഒരു വിഷയം ബോധ്യപ്പെടുത്തുകയും അവനവന്റെ കയ്യിലുള്ളതല്ലാതെ നയാ പൈസയും ആരുടേതെങ്കിലും നമ്മുടെ കൈവശമുണ്ടായി കടക്കാരനായി നമ്മൾ മരിക്കുന്നുവെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത അമലുകൾ മുഴുവനും ബാത്തിലാണെന്ന് മനസ്സിലാക്കുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ മാത വഅലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ, ഒരുത്തൻ മരിക്കുമ്പോ കടക്കാരനായിക്കൊണ്ട് ബാധ്യതയുള്ളവനായിക്കൊണ്ട് മരണപ്പെട്ടാൽ ശേഷം അതാരും വീട്ടിയില്ല, കുല്ലിയ മിൻ ഹസനാത്തിഹി, ഒരാളും അത് വീട്ടാൻ മുന്നോട്ട് വന്നില്ല. എങ്കിൽ ലൈസ സുമ്മ ദീനാരൻ വലാ ദിർഹമ, അവൻ എന്ത് ചെയ്യുന്നറിയങ്ങള്, ആ കൊടുക്കാനുള്ള മനുഷ്യന്റെ അഥവാ മയ്യത്തിന്റെ അമലുകൾ എടുത്തിട്ട് ആ കിട്ടാനുള്ളവന്റെ അക്കൗണ്ടിക്ക് വെക്കുന്ന ഒരു ഹദീസിലുള്ളതാ അത്. ഞാൻ കൊടുക്കാണ്ട് ഒരുത്തിന്, ഞാൻ ഇതുവരെ നിസ്കരിച്ച എന്റെ നിസ്കാരം, എന്റെ നോമ്പും എന്റെ ജുമുഅയും ഒക്കെ ഞാൻ ആ കടം വീട്ടാനുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അല്ല മാറ്റിക്കൊടുക്കും. അതിന് നമ്മൾ ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, എന്ത് കുന്ത നമ്മുടെ അക്കൗണ്ടിലുള്ളത്, എന്ത് മണ്ണാങ്കട്ട നമ്മുടെ കയ്യിലുള്ളത്. സഹാബത്ത് നോക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ചാണായിട്ടൊരു ആയത്ത് മനസ്സിലാക്കിയാല് അവതരിപ്പിച്ചാല് ആ ആയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നാ പറഞ്ഞത്. അത് ഉൾക്കൊള്ളും, അത് പ്രാവർത്തികമാക്കലാണ് ഞങ്ങള്. പിന്നൊരു ആലോചന എല്ലാം അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ നെഞ്ചേറ്റിയ ആ സഹാബത്ത്, ഒരു അമലു സാലിഹാത്ത് പോലും നഷ്ടപ്പെടുത്താത്ത സഹാബത്ത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിരന്തരമായ യുദ്ധങ്ങൾ പങ്കെടുത്ത സഹാബത്ത്, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത സഹാബത്ത്, താമസിക്കാൻ വീടും AC-യും ഇല്ലാത്ത സഹാബത്ത്, അവരോട് ആ റസൂൽ എന്ന് പറഞ്ഞത് എന്തറിയോ, ഇതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ എടുത്തു കൊടുക്കാൻ മാത്രമേ എന്റെ അക്കൗണ്ടിലുണ്ട് എന്താ ഉള്ളത്. ഏത് അക്കൗണ്ട് അറിയാം? നമ്മളെ അമലു സാലിഹാത്തിന്റെ അക്കൗണ്ടാ പറഞ്ഞ്. മറ്റേ ഉണ്ടെങ്കിൽ നമ്മൾ വായ്പ വാങ്ങാൻ പോകില്ലല്ലോ. അപ്പൊ അമലു സാലിഹാത്ത് പോലും ചെയ്ത അമല് പോലും നമുക്ക് ഉപകാരപ്പെടാത്ത ഒരു വിഷയമാണ് ഈ കടം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് കടം വാങ്ങി കടക്കാരനായി മരണപ്പെടാൻ നമ്മളാരും ആഗ്രഹിക്കരുത്, അങ്ങനെയാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഞാൻ സൂചിപ്പിക്കുന്നത്. നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്
കടം എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ വിഷയത്തെ തൊട്ട് നമ്മളെല്ലാവരും വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക, അതിനു വേണ്ടിയുള്ള ഒരു ഉണർത്തലാണ് ഞാൻ ഈ നടത്തിയത്. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ ആയത്ത് കടബാധ്യതയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആയത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത 2 ഖുതുബകളിൽ ആ വിഷയം നമുക്ക് ബാക്കിയുള്ളത് കൂടി മനസ്സിലാക്കാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദാ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ് എന്താ നിങ്ങള് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന, പടച്ചോനെ കടബാധിതനായിക്കൊണ്ട് നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ എന്നുള്ളത്. നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് കടബാധ്യതയിൽ നിന്ന് കാവലിനെ ചോദിച്ചിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാരണം യദഊ ഫി സ്വലാത്തി, റസൂലുള്ളാഹി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ യഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി, അല്ലാഹുവേ എല്ലാവിധ പാപങ്ങളെ തൊട്ടും കടത്തെ തൊട്ടും ഞാൻ നിന്നോടിതാ രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ പ്രാർത്ഥന വലിയൊരു ഘടകമാണ്. കടബാധിതനായിക്കൊണ്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം പടച്ചവനെ നീ എനിക്ക് ഉണ്ടാക്കല്ലേ. 2 കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ആളുകള് കടബാധിതരെ, ചിലപ്പോൾ രോഗം വന്ന് ചികിത്സ കൊണ്ട് സംഭവിക്കാം. അങ്ങനെയൊക്കെയുള്ള ആളുകളെ സമൂഹം ഏറ്റെടുക്കാറുണ്ട്. അതൊന്നുമില്ല, ഉള്ളതെല്ലാം നശിപ്പിച്ച് അനാവശ്യമായി കടം വാങ്ങി അത്തരം മരണപ്പെട്ടു പോകുന്ന വ്യക്തികളെ കുറിച്ച് ആർക്കും പ്രത്യേകിച്ച് ഒരു ദയയോ കാരുണ്യമോ ആരും കാണിക്കാൻ തയ്യാറാകൂല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയ സഹോദരങ്ങളെ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് സംസാരിക്കാം. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നവൻ. ഇന്ന റബ്ബക യബ്സുതു റിസ്ക ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്കിനെ അവന്റെ ഉപജീവനത്തെ വിശാലമാക്കി കൊടുക്കും. അവനാകുന്നു അതെല്ലാം കണക്കാക്കുന്നവൻ. ഓരോരുത്തർക്കും എത്ര കൊടുക്കണം എന്ന് അള്ളാഹ് കൃത്യമായിട്ട് അറിയാം. നമുക്ക് തോന്നും എൻ്റെ അയലക്കത്തുള്ള നല്ല സമ്പന്നനാണ്, ഞാനാകട്ടെ അന്നന്നത്തെ കാര്യങ്ങൾ നടത്തിപ്പോകാൻ പ്രയാസപ്പെടുകയാണ്. അത് പ്രയാസമായി തോന്നരുത്. അത് അള്ളാഹിന്റെ തീരുമാനം. അനക്കത്ര മതി എന്ന് അള്ളാഹ് തീരുമാനിച്ചുവെങ്കിൽ സഹോദരങ്ങളെ അത് മറ്റൊരുത്തേണ്ടത് എടുക്കാന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാണ് ഇവിടെ അള്ളാഹു തന്റെ ഓരോ അടിമകളെ കുറിച്ചും വളരെ കൃത്യമായി മനസ്സിലാക്കുന്നവനാണ്. ചിലപ്പോ സമ്പത്ത് ധാരാളം ഉണ്ടായാലായിരിക്കാം ഒരു പക്ഷേ അയാൾക്ക് അതുമൂലമാകാം അയാളുടെ ദുരന്തം. ചില ആളുകൾക്ക് സമ്പത്ത് കൊടുക്കുന്നതാവാം അയാളുടെ ദുരന്തവും അയാൾക്ക് ഹൈറും എന്ന് അള്ളാഹ്ക്ക് മനസ്സിലാക്കാം. അള്ളാഹ് അറിയുന്നവനാണ്. അതുകൊണ്ട് ഇതിൽ എവിടെയാണ് നമ്മളുള്ളതെന്ന് അറിയില്ല. ഇന്നത്തെ യാചകൻ നാളത്തെ സമ്പന്നനായി മാറാം. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ യാചകനുമായി മാറാം. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ അന്നത്തെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ചെലവുകള് ഭംഗിയായി നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വലിയ ഭാഗ്യവാന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നാഥൻ അത്തരത്തിലുള്ള നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാനും മരണസമയത്ത് കടബാധ്യതയില്ലാതെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിശ്ചയിച്ച ആ മരണത്തെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള സഹോദരങ്ങൾ, നമ്മുടെ QHLS ക്ലാസ് ഈ ഞായറാഴ്ച ആരംഭിക്കുകയാണ്. സൂറത്തുൽ അംബിയ ആണ് തുടങ്ങുന്നത്. അപ്പൊ തുടക്കം മുതലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളും നമ്മുടെ കുടുംബവും ഒന്നിച്ച് ഖുർആൻ പഠിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ഖുർആൻ കൊണ്ടേ നാട്ടിൽ മാറ്റമുണ്ടാകുള്ളൂ, സമൂഹം മാറുകയുള്ളൂ.
ഖുർആൻ കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഉമ്മത്തിനെ മാറ്റിയെടുത്തത്. നമുക്കറിയാം റസൂലുള്ള പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആലിമായി മാറണം, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസായി മാറണം, ഒരു വിദ്യാർത്ഥിയായി മാറണം, ഔ മുസ്തമിയൻ, അല്ലെങ്കിൽ ഒരു കേൾവിക്കാരനായി മാറുക, വലാ തകുൻ റാബിഅ, നാലാമതൊന്ന് ആയി മാറരുത്. അപ്പൊ ഒന്നുകിൽ നമ്മൾ ആലിമായി മാറുക, അല്ലെങ്കിലോ പഠിതാവാകുക, അല്ലെങ്കിൽ അത് കേൾക്കുക, പോയിരുന്ന് കേൾക്കുക, അതിന് പോലും പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും, നല്ലതായ എല്ലാ വിഷയങ്ങളിലും ഇടപെടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും നീ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ. ഐശ്വര്യപൂർണമായ ജീവിതം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുൻഗാമികൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.